ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവി പറഞ്ഞത് പ്രകാരം നമ്മുടെ രേവതിനെ സ്നേഹിക്കാൻ തന്നെ തീരുമാനിച്ചു ചന്ദ്ര. അങ്ങനെ രേവതിനോട് കുശലാന്വേഷണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ സച്ചി വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ സച്ചി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് ലാസ്റ്റ് ഭാഗം. പിന്നീട് രേവതി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി വിശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ചെല്ലുന്നുണ്ട്. ചന്ദ്ര ചെന്നിട്ട് രേവതിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നമ്മുടെ സച്ചി, അമ്മയ്ക്ക് എന്ത് പറ്റി? എന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത്, അല്ലാണ്ട് അമ്മ ഇങ്ങനെ ഒന്നും ആവില്ല. എനിക്ക് അമ്മനെ നന്നായി അറിയില്ല നർപ്പതി, നിന്റെ കാര്യം അയച്ചു പോടാ എന്നൊക്കെ പറഞ്ഞായിട്ട് നമ്മുടെ സച്ചിനെ വഴക്ക് പറയുന്നു. അതിനുശേഷം ചന്ദ്ര നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എനിക്ക് നിന്റെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ? ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞപ്പോൾ അതൊന്നല്ല, എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട. നീ എങ്ങനെ നല്ല മരുമകളാവുന്നത്? എന്തൊക്കെ പണി നീ വീട്ടിലെടുക്കുന്നത്? മുത്തശ്ശിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണല്ലോ, അതുപോലെ എന്നെ അമ്മ ഇഷ്ടപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് എനിക്ക് നല്ല മരുമകളായി പേരെടുക്കണം, നിന്റെ പോലെ ആവണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം എന്തൊക്കെ പണികളുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കണം, എഴുന്നേറ്റ് മുറ്റടിക്കണം, എന്നിട്ട് പിന്നെ ചാണം മെഴുകണം. അങ്ങനെ ചാണം മെഴുകണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ ചാണം മെഴുകണം. പിന്നെ ഇത് മുത്തശ്ശിയുടെ വീട്, ഇത് ഗ്രാമല്ലേ, അപ്പൊ ഇവിടെ നിർബന്ധമാണ് അതെന്ന് പറയുന്നുണ്ട്. പിന്നെ ചാണം മെഴുകി കഴിഞ്ഞതിന് ശേഷം അത് അടുക്കളയിൽ കയറി ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ദോശ, ഇഡ്ഡലി, പൂരി, ഉരുളൻകിഴങ്ങ് കറി, മസാലക്കറി, എന്തെല്ലാം കറികളാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ചെയ്യണം. പിന്നീട് ആ പാത്രങ്ങളൊക്കെ കഴുകിക്കണം. പിന്നീട് തുണികൾ കഴുകിയിടണം. അത് പിന്നെ ഉച്ചക്കലത്തുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കണം, അത് അവർക്ക് കൊടുക്കണം. പിന്നെ ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകിക്കണം. പിന്നീട് അടിച്ച് തുടച്ച് വീടൊക്കെ വൃത്തിയാക്കി ഇടണം. കടയിൽ പോയി പച്ചക്കറികളൊക്കെ വാങ്ങിക്കൊണ്ട് വരണം. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, അത് കഴിക്കണം, ആ പാത്രങ്ങളും കഴുകിക്കണം. അതിനിടയ്ക്ക് തുണിയൊക്കെ കഴുകിയിട്ടത് ഇസ്തിരി ഇട്ടും കഴിഞ്ഞിട്ട് മടക്കി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രേവതിയോട് നമ്മുടെ ചന്ദ്രൻ പറയുന്നുണ്ട്, ഒരു മാസത്തെ പണിയല്ല ഞാൻ ചോദിച്ചത്, ഒരു ദിവസം എന്ത് ചെയ്യണമെന്ന്. ഇതൊരു ദിവസത്തെ പണിയാണ് അമ്മയെ പറഞ്ഞെന്ന് പറയുമ്പോൾ ഒരു ദിവസത്തേതയോ എന്നറിയ ദൈവമേ, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് ഒരുപാട് വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ചന്ദ്ര. പിന്നെ കാണിക്കുന്നത് ശ്രീന കൂട്ടുകാരി വിളിക്കുന്നുണ്ട്. കൂട്ടുകാരി വിളിച്ചു കഴിഞ്ഞിട്ട് നല്ലോണം സംസാരിക്കുന്നുണ്ട്. പേരും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നില്ല. ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറഞ്ഞാൽ ഇൻട്രസ്റ്റ് പോകും. അങ്ങനെ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പേരൊക്കെ ചോദിക്കുമ്പോൾ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ദേവ് ചോദിക്കുന്നുണ്ട്, അമ്മയെ കല്യാണ കത്ത് കൊണ്ടുവന്നിട്ടില്ലല്ലേ, എന്താവോ കൊണ്ടുവരാത്ത, നമ്മളോട് പറയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഓടിപ്പോയന്റെ കല്യാണല്ലേ, നമ്മൾ പോകേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എന്തായാലും ആ വീട്ടിൽ അവരൊഴിച്ച് ബാക്കി എല്ലാവരും നല്ലതാണ്, അവരുടെ അമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലതാണ് മോളെ, അതുകൊണ്ട് നമുക്ക് പോകാണ്ടിരുന്നാൽ പറ്റില്ല എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ ശ്രീയുടെ കാര്യം പറയുന്നുണ്ട്. ശ്രീയും നല്ലവനെന്ന് പറയുന്ന വഴിക്ക് തന്നെ ശ്രീ ശരിക്കും കയറി വരുന്നുണ്ട് രേവതിയുടെ വീട്ടിലേക്ക്. ശ്രീയെ കാണുമ്പോൾ അവർക്ക് രണ്ടാൾക്കും സന്തോഷമാകുന്നുണ്ട്. ദേവുവിന് പ്രത്യേകിച്ച് ആയി വായോ എന്നൊക്കെ പറഞ്ഞ് അതിന് ശേഷം അടുക്കളയിൽ പോയി കഴിഞ്ഞിട്ട് സ്വന്തം ഇഷ്ടത്തിന് തന്നെ ദോശയും മുട്ടയും അങ്ങനെ ഓംലേറ്റ് ഒക്കെ പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 3 പേരും കൂടെ കഴിക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും രേവതിയുടെ അമ്മയ്ക്ക് അത് വിഷമാവുന്നുണ്ട്. എന്നാലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്ര വിളിക്കുന്നുണ്ട്, മോനെ നീ റെസ്റ്റോറൻറ്റിലേക്ക് പോയെന്ന് വെച്ചപ്പോൾ ഇല്ല, ഞാൻ ചേട്ടത്തിയുടെ വീട്ടിലെന്ന് പറയുന്നുണ്ട്. നീ എന്തിനാ പൂക്കാരിയുടെ വീട്ടിലേക്ക് പോയി? അവര് നിന്നെ ആ പെൺകുട്ടി അവള് നിന്നെ ഫോൺ വിളിച്ച് വരുത്തിയോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ രേവതിയുടെ അനിയത്തിക്കും അമ്മയ്ക്കും ഒരുപാട് വിഷമാവുന്നുണ്ട്. അവരോട് സോറി ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഫോൺ അവിടെ വെച്ച് മറക്കുമ്പോൾ ദേവ് പിന്നാലെ ഫോണും കൊണ്ട് ഓടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് സച്ചിയുടെ വീട് തന്നെയാണ്. സച്ചിയുടെ വീട്ടില് നമ്മുടെ ചന്ദ്ര ചൂലൊക്കെ എടുത്ത് ഇങ്ങനെ അടിക്കുന്നുണ്ട്. രേവതിനെ ആദ്യം അടിക്കുന്നത്, രേവതിന്ന് ചൂല് പഠിച്ചിട്ട് മോള് വിശ്രമിച്ചോ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പോലും വിശ്വാസമാവണില്ല. അങ്ങനെ ഇരിക്കുന്ന മുത്തശ്ശി എഴുന്നേറ്റ് വന്നു. ഇപ്പൊ എഴുന്നേറ്റ്, മുത്തശ്ശി അപ്പൊ കാണും എന്നിങ്ങനെ മനസ്സിലാലോചിച്ച് ഇങ്ങനെ അടിച്ചു കോരുന്നുണ്ട്. ആ സമയത്ത് രവി വരുന്നുണ്ട്. രവി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വല്ല കമ്മലിന്റെ ശങ്കേരിയോ മറ്റുള്ള കാര്യങ്ങൾ മൂക്കുത്തി എങ്ങാനും തറയിൽ പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛാ അങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ അല്ല ചന്ദ്ര മുറ്റടിക്കണേന്ന് പറഞ്ഞപ്പോ എന്താ എനിക്ക് മുറ്റടിച്ചാൽ പറ്റില്ലേ? അടിച്ചോ എന്ന് പറയുന്നുണ്ട്. എന്നാലും ചന്ദ്രയുടെ ആ മാറ്റം എന്തായാലും രവിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ രവി അത് നോക്കി ചിരിച്ചു നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ പ്ലീസ്.